കൊല്ലത്തെ കൊലപാതക വാർത്തയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കൊച്ചിയിലെ കൈക്കൂലി കേസ് എന്ന വാർത്തയിലേക്കാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറെയാണ് വിജിലൻസ് പിടികൂടിയിരിക്കുന്നത് കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ. പള്ളുരുത്തി സോണൽ ഓഫീസിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മധുവിനെയാണ് ഇന്ന് രാവിലെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഗോഡൌണിന്റെ ലൈസൻസ് ശരിയാക്കുന്നതിനായി പരാതിക്കാരനോട് 50,000 രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. വിജിലൻസിന്റെ ഇടപെടലിലൂടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ നാളെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കൊച്ചി പള്ളുരുത്തിയിലാണ് കൈക്കൂലി കേസിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. പള്ളുരുത്തി സോണൽ ഓഫീസിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മധുവിനെയാണ് ഇന്ന് രാവിലെ വിജിലൻസ് പിടികൂടിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ മധു കൂടാതെ അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനു, ഓഫീസ് ജീവനക്കാരനായ ജോൺ എന്നീ 3 പേരാണ് വിജിലൻസ് പിടിയിലായത്. മൊബൈൽ ഗോഡൌണിന്റെ ലൈസൻസിനായി 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിന്റെ ഇടയിലാണ് ഇവർ വിജിലൻസിന്റെ പിടിയിലാകുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് പള്ളുരുത്തി സോണൽ ഓഫീസിൽ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. പരാതിക്കാരനോട് 50,000 രൂപയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ മധു മൊബൈൽ ഗോഡൌണിന്റെ ലൈസൻസ് ശരിയാക്കാനായി ആവശ്യപ്പെട്ടത്. പരാതിക്കാരൻ സംഭവം വിജിലൻസിനെ അറിയിച്ചു. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരൻ ഇന്ന് രാവിലെ 10,000 രൂപ നൽകാമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ തുക കൈമാറുമ്പോൾ വിജിലൻസ് സംഭവ സ്ഥലത്തെത്തി മധുവിനെ പിടികൂടി. സംഭവത്തിൽ കൂട്ടുപ്രതികളായ അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനുവിനെയും ഓഫീസ് ജീവനക്കാരനായ ജോണിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിജിലൻസ് മധ്യമേഖല പോലീസ് സൂപ്രണ്ട് എസ് ശശിധരൻ IPSന്റെ മേൽനോട്ടത്തിൽ വിജിലൻസ് എറണാകുളം യൂണിറ്റ് ഡിവൈഎസ്പി NR ജയരാജിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത സമയം കൈക്കൂലി ഇനത്തിൽ വാങ്ങിയ 10,000 രൂപ മധുവിന്റെ പക്കൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ നാളെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും.